ബീട്രൂട്ട് ആണോ വീട്ടിൽ? വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാണ്ട് നമ്മുടെ മുടി സംരക്ഷണത്തിന് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ബീട്രൂട്ട് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് ബാത്തിങ് പൗഡർ, ലിപ് ബാം, ഫേസ് പാക്കുകളൊക്കെ നമ്മൾ ചെയ്യുക. ഇന്നും ഒരുപാട് പേരിലോട്ട് ആ വീഡിയോകൾ എത്തി കമൻറ്റിലൂടെ ചോദിക്കുന്നൊരു കാര്യമാണ്. ഞങ്ങൾ അത് ഉപയോഗിച്ച് നോക്കി, നല്ല റിസൾട്ട് കിട്ടി, താങ്ക് യു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത് നമ്മൾ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ മുടി കറുപ്പിക്കാൻ പറ്റുന്നത്. അതുപോലെ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് പലരും പറയുന്നൊരു കാര്യമാണ്, മുടി ഒന്ന് കെട്ടി വെക്കാൻ പോലും ഇല്ല, അതിന് ഒറ്റ യൂസ് റിസൾട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഈ പാക്കും അതുപോലെ തന്നെ ഡൈ ഒക്കെ ചെയ്യാൻ സമയമില്ലാത്തവരും അത് ബുദ്ധിമുട്ട് ഉള്ളവർക്കൊക്കെ ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ അനാർക്കലിയുടെ ഹെയർ ഓയിൽ. കണ്ടേ, നമ്മുടെ അനാർക്കലിയുടെ ഹെയർ ഓയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ട് 1 മാസത്തോളം അത്രേ ആയിട്ടുള്ളൂ കേട്ടോ. ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് പേര് വാങ്ങിക്കുകയും അവരുടെ റിസൾട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങൾ പറഞ്ഞ പ്രകാരമാണ് ഇങ്ങനെ ഒരു ഓയിലിലോട്ട് എത്തുകയും അതൊരു ചെറിയൊരു സംരംഭമായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് ഞങ്ങൾ എത്തിച്ചത്. അന്നേരം ഇനിയും ഈ ഒരു ഹെയർ ഓയിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു 3-4 വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ വീഡിയോയിലും പറയാറുമുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീട്ടിൽ എപ്പോഴും ഉള്ളൊരു ചേരുവയാണല്ലോ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ അത്യാവശ്യം കളറുള്ള ഒരു ബീട്രൂട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമ്മൾ സാധാരണ തോരൻ വെക്കുക, അല്ലെങ്കിൽ പച്ചടി, മെഴുക്ക് പുരട്ടി അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ജ്യൂസ് ഒക്കെ ഐറ്റംസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് ഉപയോഗിച്ച് മുടി സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പാക്കായിട്ടോ ഡൈ ആയിട്ടോ പാക്കുകൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് അന്നേരം ഒറ്റ യൂസ് നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ബീട്രൂട്ട് ഒരെണ്ണത്തിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചതച്ചെടുക്കുക, ഒട്ടും വെള്ളം ചേർക്കാണ്ട് നമുക്ക് ചതച്ചെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്ത് നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. 3 കാര്യങ്ങളാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അന്നേരം അതിലേക്ക് നമ്മൾ നല്ല തുരുമ്പുള്ള ഒരു പഴയ ചീനിച്ചട്ടിയാണ് കേട്ടോ. ഇരുമ്പിൻ്റെ തന്നെ എപ്പോഴും അതിനാണ് എപ്പോഴും റിസൾട്ട് കിട്ടുന്നത്. ഇരുമ്പ് എന്തുകൊണ്ടാണ് ഈ ഡൈകളിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് പാത്രത്തിൽ വെക്കണമെന്ന് പറയുന്നത് മുടി കറുപ്പിക്കാൻ ഏറ്റവും ഉപകാരപ്രദമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നെല്ലിക്ക ഉണങ്ങിയത്, അല്ലെങ്കിൽ നെല്ലിക്ക പൊടി കിട്ടുമെങ്കിൽ അതെടുക്കാം, പച്ച നെല്ലിക്കയാണെങ്കിൽ അതും എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കടുക്ക എല്ലാ അങ്ങാടി കടയിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഒരു 3-4 വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വേണ്ടി കുറേ നാളത്തിന് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ അതിൻ്റെ ഒരു തോടുണ്ടല്ലോ, തോട് ആണ് എടുക്കുന്നത്. അതിൻ്റെ സീഡ് എടുക്കരുത്. തോടിൽ നിന്ന് ഞാൻ കുറച്ച് ചെറിയൊരു ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. ഒരാൾക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഞാവരയില അല്ലെങ്കിൽ പനിക്കുറുക്ക, തുളസി ഉണ്ടെങ്കിൽ തുളസിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് എടുത്തിട്ട് ഇടുക. പിന്നെ നേരെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ്. നമ്മൾ ഡൈ ചെയ്യാൻ മടിയുള്ളവർക്ക് ഇതൊരു ഡൈ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ, ഇപ്പം നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി അല്ലെങ്കിൽ നീലാമ്പരി ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു ഡൈ രീതിയിൽ ആണല്ലോ. ഇതിപ്പോൾ നമുക്ക് ഡൈ ചെയ്യാൻ മടിയുള്ളവർക്കായിട്ട് ചെറിയൊരു ലിക്വിഡ് രീതിയിലുള്ള ഒരു കാര്യമാണ് കേട്ടോ. മുടി കറുപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. കടുക്ക എന്തുകൊണ്ടാണ് മുടി കറുപ്പിക്കുന്നത് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ്. പണ്ട് മുതലേ കടുക്ക വെച്ച് നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ കടുക്ക കൊണ്ടുള്ള വെള്ളങ്ങൾ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. അതിന് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. ഇതിന് മുമ്പൊരു വീഡിയോയിൽ നമ്മൾ കടുക്ക വെച്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് അത് ചെയ്ത് നോക്കി നല്ലതാണെന്ന് പറഞ്ഞതുമാണ് കേട്ടോ. അതിന് നമ്മളത് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. തിളച്ച് വരുമ്പം തന്നെ അതിൻ്റെ ഒരു കളറൊക്കെ മാറി ഒരു കറുപ്പിലോട്ട് വരും കേട്ടോ. ഇനി ഇതിനെ നമ്മൾ നല്ലപോലെ ഒന്ന് വറ്റിപ്പോൾ ഒരു ഗ്ലാസ് ആണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് ആ രീതിയിൽ വരെ ഒന്ന് നമ്മൾ നല്ലപോലെ പറ്റിച്ച് ഒന്നെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഇതിൽ ഇരുമ്പിൽ ചീനിച്ചട്ടി ഇരിക്കട്ടെ. അരിച്ച് വേണമെങ്കിൽ വെക്കാം, അരിക്കാതെയും വെക്കാം കേട്ടോ. എന്നിട്ട് ദണ്ടിപ്പോൾ ഞാനൊരു 3-4 മണിക്കൂറായപ്പോൾ തന്നെ എൻ്റെ കളറ് മാറിയതുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. കടുക്ക നമ്മൾ അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേനും എൻ്റെ കളർ മാറും, നല്ല ഡാർക്കിലോട്ട് വരും കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ കുളിക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ മുന്നേ തലയൊട്ടിൽ നല്ലപോലെ തേച്ച് കൊടുക്കുക, തലമുടിയിൽ തേച്ച് കൊടുക്കുക. പിന്നെ എപ്പോഴും പറയുന്നത് ചിലരൊക്കെ നമുക്ക് നമ്മുടെ അനാർക്കലിയുടെ എണ്ണയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും പറഞ്ഞാൽ അലർജി പ്രശ്നങ്ങളുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്ത് സാധനം തേക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക കേട്ടോ. സാധാരണ ഇതൊന്നും അലർജി പ്രശ്നം വരുന്നതല്ല. എന്നാലും അങ്ങനെ അലർജി പ്രശ്നമുള്ളവരോ ഇല്ലാത്തവരാരായാലും തന്നെ എന്ത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി നമ്മുടെ അനാർക്കലിയുടെ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അനാർക്കലിയുടെ എണ്ണയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഈ ഒരു 3 ആഴ്ച അത്രയും ആയിക്കാണ്, 3-4 ആഴ്ചക്കകത്ത് വെച്ച് തന്നെ ഒരുപാട് പേരിലോട്ട് എത്തുകയും ഒരുപാട് പേര് നല്ല റിസൾട്ട് കിട്ടിയതുമായിട്ടുള്ള നല്ലൊരു ഹെയർ ഓയിലാണ്. ഇത് തയ്യാറാക്കുന്ന വീഡിയോയും ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും പറയാം, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനാർക്കലിയുടെ എണ്ണ
ഡൈയും കൂടെ ഒഴിക്കും. ഈ ഒരു ഡൈ അല്ലെങ്കിൽ പിന്നെ ഹെയർ പാക്കുകൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ പാടുള്ളവർക്ക്, ഒട്ടും സമയമില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഓയിൽ പറയുന്നത് കേട്ടോ. നമ്മൾ ഈ തയ്യാറാക്കുന്ന പാക്കിൻ്റെ കൂട്ടത്തിലോ ഈ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ലേശം ഓയിലും കൂടെ ചേർക്കുന്നതിന് ഇരട്ടി റിസൾട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാമേ. ഓർഡർ ചെയ്യുന്നത് വാട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. അന്നേരം നമുക്ക് ബാക്കി വരുന്ന നമ്മുടെ ബീട്രൂട്ട് ചതച്ചത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൽ നിന്ന് കുറച്ചൊരു നീര്, ഒരു 1-1.5 സ്പൂൺ അത്രയും മതി കേട്ടോ. 2 സ്പൂൺ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബീട്രൂട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ബ്യൂട്ടി ടിപ്പ് സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് പേരിലോട്ട് വരികയും ഇന്നും അതിൽ നിന്നൊക്കെ കമൻറ്റുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇന്നലെയും കൂടെ ഒരു കമൻറ്റ് കണ്ടതുള്ളൂ. അത് ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നിട്ട ഒരു വീഡിയോ ആണ്, ബീട്രൂട്ട് വെച്ചിട്ട് കേട്ടോ. തയ്യാറാക്കി നോക്കി, നല്ല റിസൾട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം വർഷങ്ങൾക്ക് മുന്നിട്ട വീഡിയോ വരെ ഇന്നും ആൾക്കാരിലോട്ട് എത്തുകയും അവർ കമൻറ്റ് അയക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഇത് കാണുമ്പം. അന്നേരം ഇന്ന് നമ്മൾ ബീട്രൂട്ടിൻ്റെ ചതച്ചത് കുറച്ച് നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലാക്സ് സീഡ് നമുക്ക് എപ്പോഴും എല്ലായിടവും കിട്ടുന്നൊരു കാര്യമാണ്, വലിയ വിലയൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. അന്നേരം നമ്മൾ ഫേസ് പാക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ ഹെയർ പാക്ക്, ഹെയർ മാസ്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഒരുപാട് പൈസ ചിലവില്ല, വീട്ടിലെപ്പോഴും കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ലേശം അരിപ്പൊടി, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ്. അത് 1-2 സ്പൂൺ, ഒത്തിരി ദിവസത്തിന് വേണമെങ്കിൽ 2 സ്പൂൺ എടുത്തോ, അല്ലാത്ത പക്ഷം 1 സ്പൂൺ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് 3 കാര്യങ്ങളാണ്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞവരയില, പനിക്കൂർക്ക, തുളസി ഇലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്രാമ്പ് ഉണ്ടെങ്കിൽ ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് ഇതിലേക്കുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പത്തെ പറഞ്ഞതിന് കണക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 കപ്പ് വെള്ളമാണെങ്കിൽ അതിന് ഒരുപാട്, ഇത് പെട്ടെന്ന് തിക്കാവുന്ന ഒരു രീതിയിലാണ് കേട്ടോ. നമുക്കിപ്പം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് തീ കുറച്ചിട്ടിട്ട് ആ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ സത്ത് മൊത്തം ഈ ഒരു വെള്ളത്തിലോട്ട് വരണം, ബീട്രൂട്ടിൻ്റെ. അതുപോലെ തന്നെ ആ ഒരു അരിപ്പൊടി വെച്ച് ചെയ്യുമ്പം നമ്മളിത് ഫേസ് പാക്കായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹെയർ മാസ്കായിട്ട് നമുക്ക് ഹെയർ പാക്കായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. കാരണം നാളെ ഒരു ഫംഗ്ഷൻ നടക്കുക, നമ്മുടെ മുടിക്ക് ഒട്ടും തന്നെ ഉള്ളില്ല. അങ്ങനെയുള്ള ഒരു സമയങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഇത് കേട്ടോ, ഫ്ലാക്സ് സീഡ്, അതിൻ്റെ കൂടെ അരിപ്പൊടി, ബീട്രൂട്ട് നമ്മൾ ആഹാരം പോലെ കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ. ബീട്രൂട്ട് വെച്ചിട്ടുള്ള ലിപ് ബാമുകൾ, പിന്നെ സ്കിൻ വൈറ്റനിങ് ക്രീം, ഓയിൽ, ഹെയർ ഡൈ, ഹെയർ മാസ്ക്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് തീ ഒന്ന് കുറച്ചെടുക്കുക. ഒന്ന് കുറുകി വരണം, ഒരുപാട് തിക്കാവേണ്ട ആവശ്യം. നമ്മൾ തലയിൽ പുരട്ടിയാൽ അതവിടെ ഇരിക്കണം, ആ രീതിയിൽ വേണം കേട്ടോ. അതൊരു നല്ലപോലെ ഒന്ന് തിളച്ച് ചെറിയ തീയിലിട്ട് അതിൻ്റെ ഒന്ന് മാക്സിമം സത്ത് ആ വെള്ളത്തിലോട്ട് വരണം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. തണുത്തതിന് ശേഷം അതിൻ്റെ കളർ ദാണ്ട് ഈ ഒരു കളറിലോട്ട് വരും കേട്ടോ. ബീട്രൂട്ട് അങ്ങനെയാണ്, തിളച്ച് വറ്റി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലോട്ട് വരും. ഇനി ഇതിനെ നമുക്ക് ഒന്നുകിൽ തുണിയോ ഉപയോഗിച്ചിട്ട് അരിക്കുന്നതാണ് എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ ഇച്ചിരി വലുതായിട്ടുള്ള അരിപ്പയിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അരിക്കാം. നമ്മൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്കായിട്ട് സ്പൂണാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും അരിപ്പകളൊക്കെ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ അതിന് ചെറിയൊരു കറ രീതിയിലോട്ടൊക്കെ വരത്തില്ലേ. നമ്മൾ എത്ര കഴുകിയാലും പ്രത്യേകിച്ച് ഡൈ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ആ സ്പൂൺ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ അങ്ങനെ ആയിരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഇത് നമ്മൾ നല്ലപോലെ അരിച്ച് തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ചേരുവകൾ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ തലയോട്ടിലും തലമുടിയിലും ഒക്കെ തേച്ച് കൊടുക്കാം. തലേന്ന് തന്നെ നമ്മൾ തേച്ചിട്ട് മുടി ഉണങ്ങിക്കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നിലവിലിപ്പം നമ്മളിപ്പം പറയാറില്ല, മുടി കെട്ടി വെക്കാൻ പോലും ഇല്ല എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഒറ്റ യൂസിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ട് പറയും, ഇത് നേരത്തെ ചെയ്യേണ്ടേ ആയിരുന്നു എന്ന് പറയട്ടോ. ആ രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിപ്പം നല്ലതായിട്ടുള്ളൊരു കിട്ടിയില്ലെന്നൊരു ജെല്ലാണ് കേട്ടോ. ഇപ്പം ഇതിലേക്ക് അരിപ്പൊടിക്ക് പകരം നമുക്കുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരി ചേർത്ത് കൊടുക്കാം. ആ ഒരു വെള്ളമായാലും മതി കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇതിലേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തൈര് വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം, ഓപ്ഷനാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അല്ലെങ്കിൽ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം.
മുട്ട മഞ്ഞ ഒരു സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ ലേശം 1-2 ഡ്രോപ്പ് ഷാമ്പും കൂടെ ചേർത്ത് ആ ഒരു പ്രശ്നം മാറട്ടോ. അന്നേരം അല്ലെങ്കിൽ വെള്ളം മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അനാർക്കലിയുടെ ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അന്നേരമാണ് നമ്മൾ തലയോട്ടിലും തലമുടിയിലും തേച്ച് കൊടുക്കുന്നത്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ലേശം ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പം അതിൻ്റെ റിസൾട്ട് ഒന്നും കൂടെ ഇരട്ടിക്കും. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മൾ ആ ഒരു നീരിലേക്ക് നമ്മൾ ലേശം അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ നാടൻ ഹണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് എപ്പോഴും അതത്ര വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾക്ക് വീടുകളിൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഇപ്പോൾ മഞ്ഞപ്പൊടിയാണെങ്കിലും ഹണിയാണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ തന്നെ കിട്ടാനുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ചിലർക്ക് മഞ്ഞൾപ്പൊടി അലർജി ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഇതൊരു പാക്ക് രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം പാക്കാട്ടോ ഇപ്പം നമ്മൾ സോപ്പിന് പകരമായിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പം നമുക്ക് പെട്ടെന്നൊരു സ്കിന്നിനൊരു ഗ്ലോ വേണമെങ്കിൽ നിലവിലുള്ള സ്കിന്നിൻ്റെ കളറിനെക്കാട്ടി 1-2 ഷെയ്ഡും കൂടെ കൂടണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ പെട്ടെന്നൊരു ഫംഗ്ഷനുണ്ട്, നമുക്കിപ്പം അങ്ങനെ വലിയ കെമിക്കലൊന്നും ചേരാതെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് ഈ ഒരു ഹെയർ പാക്ക് ആണെങ്കിലും ഈ ഒരു നമ്മുടെ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് നന്ദിയും സ്നേഹം. ഒത്തിരി പേര് നമ്മൾ അനാർക്കലി ഹെയർ ഓയിലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 4 ആഴ്ച പോലും ആയിട്ടില്ല ആ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും നമ്മൾ ആ ഒരു അനാർക്കലി നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആർക്കും അറിയില്ലായിരുന്നു. അന്നേരം നമ്മൾ ഒരുപാട് പച്ചമരുന്നുകൾ എടുത്ത് അത് തയ്യാറാക്കുന്ന രീതിയൊക്കെ നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയും നിങ്ങൾ ഒരുപാട് പേര് വാങ്ങിക്കുകയും അവരുടെ അനുഭവം പങ്കുവെക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അന്നേരം ഇനി ആർക്കെങ്കിലും നമ്മുടെ അനാർക്കലി ഹെയർ ഓയിൽ വേണമെങ്കിൽ ഈ ഒരു കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അന്നേരം നമുക്ക് ഇനിയും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ.